ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരത്തിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്ന് പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്റെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവരാ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ പോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അടുത്തും അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അതിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ആമേൻ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഉണ്ടെന്ന് അറിയുക. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല, മധ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ.
ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോട് അകന്ന പരദേശികൾ ആയിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും, യഹോവയായ ദൈവത്തിൻ്റെ പൂന്തോട്ടമാണ് ഈ ലോകവും ഈ ഭൂമിയും. അതിലെ പുഷ്പങ്ങളാണ് നാം ഓരോരുത്തരും. യഹോവയായ ദൈവം ഓരോ ദിവസവും തനിക്ക് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളെ അതിൽ നിന്ന് പറിച്ചെടുക്കാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ യഹോവയായ ദൈവം നുള്ളിയെടുത്ത ആ പുഷ്പങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പപ്പ എന്ന ഈ മനോഹര പുഷ്പവും ഉണ്ടായിരുന്നു. മനുഷ്യൻ എന്ന വാക്കിന് പര്യായ പദങ്ങളേറെയുണ്ട്. മനുഷ്യൻ, മർത്യൻ എന്നല്ല. അതിൽ മർത്യൻ എന്ന് പറഞ്ഞാൽ മരിക്കപ്പെടേണ്ടവൻ അല്ലെങ്കിൽ മരണമുള്ളവൻ എന്നാണ്. അപ്പോൾ മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരണമുണ്ട് എന്ന് സത്യമാണ്. ജനിച്ചു കഴിഞ്ഞാൽ മരണം എന്ന ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ ഓരോരുത്തർ നടന്നു വരികയാണ്. കഴിഞ്ഞ 83 വർഷത്തെ ജീവിതം പൂർത്തിയാക്കി ആ ഫിനിഷിംഗ് പോയിന്റിൽ ഞങ്ങളുടെ പപ്പ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്.
ശേഷമുള്ള ആ സ്വർഗീയ ജീവിതത്തിൽ തുടക്കം കുറിക്കുവാൻ യഹോവയായ ദൈവം പപ്പയെ സ്വർഗത്തിലേക്ക് വിളിച്ച് പ്രേരിപ്പിച്ചിരിക്കുന്നു. ജോലി സംബന്ധമായി അന്യ സംസ്ഥാനത്ത് അനേക വർഷങ്ങൾ ജീവിക്കുകയും തുടർന്ന് ജന്മനാട്ടിൽ എല്ലാവരോടൊപ്പം വളരെയേറെ കാലം സന്തോഷമായി ജീവിക്കുകയും ചെയ്ത ശേഷം കഴിഞ്ഞ 1.5 വർഷമായി ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ശിവചാന്റെ ഭവനത്തിലായിരുന്നു. മക്കളെയും കൊച്ചുമക്കളെയും കാണുന്നതിനും അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത എല്ലാ നന്മകളും എല്ലാ സൗഭാഗ്യങ്ങളും നേരിൽ കാണുകയും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത ശേഷം പപ്പ ഈ ലോകത്തിൽ നിന്ന് കർത്താവായ ദൈവത്തിന്റെ പദഭവനത്തിരിക്കുവാൻ നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. ഇനിയും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും മനോഹരമായ ഒരു യാത്രയെ പപ്പയ്ക്ക് നൽകുകയെന്നാണ്. അതിനെ നാം ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്നത് വളരെ പരിമിതമായ സമയം മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് ജീവിതം നമുക്ക് പ്രകൃതി പോലും അനുകൂലമാക്കിയിരുന്നു. ഈ ഉള്ള സമയം കൊണ്ട് വളരെ മനോഹരമായി എല്ലാ കാര്യവും ക്രമീകരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ യാത്രയെ കൊടുക്കുക എല്ലാവരും സഹകരിക്കണം എന്ന് സ്നേഹത്തോടെ ആദ്യം അറിയിച്ചു കൊടുക്കട്ടെ. പ്രിയ പപ്പയുടെ കൊച്ചുമക്കൾ, പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എപ്പോഴും പപ്പ പാടുകയും പപ്പ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നതുമായ ഗാനങ്ങൾ പപ്പയുടെ പ്രിയ കൊച്ചുമക്കൾ ഇപ്പോൾ പാടുകയും അവർ തന്നെ ബൈബിൾ പാസുകൾ വായിക്കുകയും ചെയ്യുന്നതായിരിക്കും.
മുൻകാലത്ത് മരുത് പാപസന്ധമായ മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ? അന്നെ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമല്ലോ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായിത്തീരുന്ന സ്നാനത്താൽ അവനോട് കുഴിച്ചപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചപ്പെട്ടുന്ന പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതെന്ന് അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ നാം ഏകഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെയും പാപശരീരത്തിന് നീക്കം വരേണ്ടതും നമ്മുടെ പഴയ മനുഷ്യർ അവനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എങ്ങനെ മരിച്ചവർ പാപത്തിന്റെ മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് മരിച്ച് എങ്കിൽ അവനോട് കൂടെ ജീവിച്ച് എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവൻ ഏറ്റെന്നാൽ ഇനി കരുത്തരുമില്ല എന്ന് നാം അറിയുമല്ലോ. അവൻ മരിച്ചിട്ട് പാപസംബന്ധമായി ഒരിക്കൽ ഇട്ടു മരിച്ചു. അവൻ ജീവിക്കും നല്ലോ ദൈവത്തിന് ജീവിക്കുന്നത്. അവനും നിങ്ങൾക്കും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങൾക്ക് എന്നുവഴി. ആകയാൽ പാപം നിങ്ങളുടെ മർത്ത ശരീരത്തിന്റെ അതിന്റെ മോഹങ്ങൾ അനുസരിക്കുന്നമാറാകട്ടെ. ഇനി വാഴ്ത്തുക. ഇത് ദൈവവചനം ആകുന്നു. Stand firm thus in the Lord, my beloved. I entreat Euodia and I entreat Syntyche to agree in the Lord. Yes, I ask you also, true companion, help these women who have labored side by side with me in the gospel together with Clement and the rest of my fellow workers, whose names are in the book of life. Rejoice in the Lord always. Again I will say, rejoice. Let your reasonableness be known to everyone. The Lord is at hand. Do not be anxious about anything, but in everything by prayer and supplication, with thanksgiving, let your requests be made known to God.
and the peace of God, which surpasses all understanding, will guard your hearts and your minds in Christ Jesus. Finally, brothers, whatever is true, whatever is honorable, whatever is just, whatever is pure, whatever is lovely, whatever is commendable, if there is any excellence, if there is anything worthy of praise, think about these things, what you have learned and received and heard and seen in me. Practice these things, and the God of peace will be with you. I rejoice in the Lord greatly that now at length you have received your concern for me. You were indeed concerned for me, but you had no opportunity. Not that I am speaking of being in need, for I have learned in whatever situation I am to be content. I know how to be brought low, and I know how to abound. In any and every circumstance, I have learned the secret of facing plenty and hunger, abundance and need. These are the words of God. എൻ്റെ അമ്മയുടെ മകനാണ് ഏഴാമതിലെ അപ്പച്ചൻ്റെ മക്കളിൽ നാലാമത്താണ് മൈക്ക് മാറും. ഏഴാമതിലെ അപ്പച്ചൻ്റെ നാലാമത്തെ മകനാണ് യോസഫ്. ഏഴാമതിലെ ആ കുടുംബ ചരിത്രത്തെ പറ്റി പറയുമ്പോഴാണെങ്കിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഗതി പറയേണ്ടിയിരിക്കുന്നു. മാർത്തോമാസഭയുടെ സുവിശേഷ ചരിത്രത്തിലേക്ക് നോക്കുന്ന അവസരത്തിൽ ഇന്ന് മാർത്തോമാസഭയുടെ ഡയറക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാർത്തോമാസഭയുടെ സുവിശേഷ ചരിത്രത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേനാമ്പറമ്പിലെ അപ്പച്ചൻ്റെ പിതാവായ ജോർജ് വടക്കൻ തിരുവിതാംകൂർ മിഷന് വേണ്ടി വേറെ 2 ഉപദേശിമാരോടൊപ്പം ത്യാഗം പീഡനങ്ങളിൽ ആനപ്പുറ മോർത്തോം പള്ളി വെച്ച് 7 മാത്യൂസ് തിരുമേനി ഇപ്രകാരം പറഞ്ഞു, ഈ പീഡനങ്ങളൊന്നും നഷ്ടമാകുകയില്ല, ആ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നു, ദൈവരാജ്യത്തിൽ അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. ആ ഒരു നല്ലൊരു പാരമ്പര്യം മകനായ മേനാമറിൻ്റെ അപ്പച്ചനും പിന്തുടർന്നു. വളരെ ക്രിസ്ത്യ ദർശനമുള്ളവർ, നല്ല പ്രാർത്ഥന, നല്ല സാക്ഷ്യമുള്ളവർ. അപ്പച്ചൻ്റെ 7 മക്കൾ, തങ്കമ്മാമ, കുഞ്ഞുള്ളിച്ചായന്, അമ്മിണിമാമ, കുഞ്ഞുവലിച്ചായൻ, മോലിച്ചായന്, ജോസായന്, കുഞ്ഞുമോൻ, ഇവർ 7 പേരെയും ക്രിസ്ത്യാനി സ്ഥാനങ്ങൾ